majopa, you never na mosha. Well, the man majopa, oh shall we come be back. धर्माधर्मा ज्ञानाधर्मा वैराग्याधर्मा ऐश्वर्याधर्मा पद्माधर्मा पद्मशोभ्रेवो मुखामुखम विद्यासनाधर्मा गड्डिमेळं सर्वमङ्गलमाङ्गल्ये सर्वार्थसाधिके शरण्ये त्र्यम्बके गौरी नारायणी नमोस्तुते. ഞാൻ താലി കെട്ടില്ല. എന്താ മോനെ? വീട്ടിലുള്ള എന്റെ 2 പെങ്ങന്മാർക്കും പട്ടുസാരി എടുത്ത് കൊടുത്താൽ മാത്രമേ ഞാൻ താലി കെട്ടുള്ളൂ. മോനെ, കല്യാണ സമയത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാനിത് എവിടുന്ന് അറേഞ്ച് ചെയ്യാനാ? ഞാനിപ്പോ കെട്ടണോ വേണ്ടയോ? മോനെ, ഈ കാര്യത്തിലൊരു ദയവ് ഉണ്ടാവണം. മണവാളനോ? ഇനിയും താലി കെട്ടിയിട്ടില്ലല്ലോ. ക്ഷമിക്കണം മോനെ, ഞാൻ എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്യാം. പോയിട്ട് വാ. എപ്പോഴാ ചെക്കൻ എത്തുക? മുഹൂർത്ത നേരം കഴിയാറായി. അറിയില്ല തിരുമേനി. ശരി മോളെ. ഇന്നാ മോനെ. അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുക്കുക. ഇതാ അവര് വന്നല്ലോ. നിങ്ങൾ താലി കെട്ടിക്കോ. നീ സെറ്റ വായ മൂടുങ്കോ. സോറി ശരണ്യ, കുറച്ച് ലേറ്റ് ആയി പോയി. സാരമില്ല, നീ വന്നല്ലോ. വാ പോവാം. ഇപ്പൊ തന്നെ നേരം കുറെ വൈകി. ഇതാ മാല എടുത്തോളൂ. ധമാനം ഭവതി സദാജ പുരുഷ സദേന്ദ്രജാരുഷ്യേന്ദ്രജേ പ്രതിഷ്ഠത്തെ ഭക്തിഗസ്തം രൂപാക്ഷം സുഖിവാഗ്നം ഷടാനനം ധാരണം വൃപഹരോരഗ്നം ഭവജേത് കുക്കുടധ്വജം. ഓം മാംഗല്യം തന്തുനാനേന മമ ജീവനഹേതനാ കന്യേ വക്രാമിൻ ശുഭഹേതും ജീവ സരദാം ശതം. മാംഗല്യധാരണോ ശുഭമുഹൂർത്തോസ്തു സുപ്രതിഷ്ഠിതമസ്തു. മുഹൂർത്ത നേരം കഴിയുമെന്ന് വിചാരിച്ച് ഞങ്ങൾ രണ്ടുപേരും വല്ലാതെ പരിഭ്രമിച്ചു പോയി. ലേറ്റായിട്ട് വന്നാലും ശരണ്യയുടെ മനസ്സ് സന്തോഷപ്പെടുത്തി കേട്ടോ. സന്തോഷമായിട്ട് ജീവിതം ആരംഭിച്ചോളൂ. അമ്പലത്തെ ചുറ്റി വന്നാലും. ശരണ്യ, കല്യാണത്തിന് ആരും വന്നില്ലെന്നുള്ള കാര്യത്തിൽ വിഷമമുണ്ട്. നിങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടിയാണെങ്കിലും വന്നില്ലേ, അത് തന്നെ 1000 പേര് വന്ന പോലെ. നമ്മൾ രണ്ടുപേരും അനാഥരാന്ന് പറയാതെ പറയാണോ? ഇനി ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. എനിക്ക് നിങ്ങളുണ്ട്, നിങ്ങൾക്ക് ഞാനുണ്ട്. നീ എന്ത് പറഞ്ഞാലും നമ്മൾ അനാഥ. ഇനി മുതൽ അങ്ങനെയൊന്നും പറയാൻ പാടില്ല. നമ്മുടെ ജീവിതം നമ്മുടെ കയ്യിലാ. നീ പറഞ്ഞ അത് ശരിയായിരിക്കും ശരണ്യ. അയ്യോ അമ്പലം, അയ്യോ കോവില്, ഇവിടെ എന്താ കുഴപ്പം? അയ്യോ നിങ്ങൾക്ക് എപ്പോഴും കളി തമാശയാ. വാ ഇങ്ങോട്ട്. ഇന്നത്തെ ജോലി കഴിഞ്ഞു. പോവാം. ക്യാമറമാൻ സാർ, വരന്റെ വേഷത്തിന് ആള് ചോദിച്ചിരുന്നില്ലേ?
താലി കെട്ടാൻ ആളെത്തി കല്യാണം കഴിഞ്ഞു. ചെറുക്കാൻ വരാത്തോണ്ടേ ഡയറക്ടറിനെ ചാടിക്കറി കെട്ടി. ആരുടെ കഴുത്തി കെട്ടുന്ന? എന്റെ കഴുത്തെ കെട്ടാ. 20 നാളായിട്ട് സകല സ്ഥലത്തും ചുറ്റിയിട്ട് ഇന്ന് കല്യാണം എന്ന് പറഞ്ഞ ഞാനാ. അതിനെന്ത് വിശദീകരണം തരുന്നേ? പത്രിക അടിച്ച് കല്യാണം നടത്താൻ തന്നെ ഒറിജിനൽ കല്യാണം വല്ലാണോടാ? നീ എന്നടാ പറഞ്ഞ? ഞാൻ താലി കെട്ടുന്ന മൂഡിൽ വന്നതാ. താലി കെട്ടാനുള്ള മൂടോട് കൂടി വന്നെന്നോ? ആഹാ, നീ ശാന്തി മുഹൂർത്തത്തിനുള്ള ഒരുക്കമായിട്ട് വന്ന ഞാൻ എല്ലാ കാര്യം ചെയ്തു തരുമെന്നാണോ? ആണായിട്ടുള്ള ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ നിന്നെ പോലുള്ള മണക്കുണാഞ്ചിന് ആവശ്യമില്ല. മാർക്കറ്റ് വാല്യൂ ഇല്ലാത്ത ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് അടിച്ചോടിക്കാൻ പറ്റി. ഇനി മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു ആർട്ടിസ്റ്റിന് കയറി അടിക്കണം. ഏയ്, എന്താ don't സർ? touch. ഹ. ഇവളെന്തിനാ മുഴുവനോടെ തിരിഞ്ഞു നിൽക്കുന്നത്? ഇതൊക്കെ മതിയാവും സർ. ആ, അതിനേക്കാൾ നല്ല ഇത് തന്നെയാ. ചേട്ടാ, ആരാ? ശരണ്യ. ചേട്ടാ, എങ്ങനെയുണ്ട്? ആഹാ, പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഭഗവാന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ലക്ഷ്മി ദേവിയുടെ തങ്കവിഗ്രഹം പോലെ പളപളാന്ന് നിറഞ്ഞു നിൽക്കുന്നു. ഇത് ഏത് സെറ്റപ്പാടാ? ചേട്ടാ, എന്റെ ഭാര്യയാണ്. ഭാര്യയാണോ? അത് നേരത്തെ പറയണ്ടായിരുന്നോടാ മഹാഭാവി. അയ്യോ, ഭാര്യ എന്നറിയാതെ ഞാൻ എന്തോ തമാശയ്ക്ക് പറഞ്ഞതാണ്. അതൊക്കെ വിട്ടുകളാ. എടാ, കല്യാണം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്നതാ. എടാ, എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാനും കൂടെ വരില്ലായിരുന്നോ? ചേട്ടാ, അതൊന്നും പറയാൻ പറ്റിയില്ല. ഞങ്ങളൊന്ന് അനുഗ്രഹിക്കുന്നു. ഓ, ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. ശരണ്യ, ചേട്ടനാണ് നമ്മുടെ ജെം ആഡ് കമ്പനിയുടെ ക്യാമറാമാൻ. ആള് ഭയങ്കര ഫാഷൻ ഫോട്ടോഗ്രാഫർ. പിന്നെ ഈ കുട്ടി ചേട്ടന്റെ പേഴ്സണൽ അസിസ്റ്റന്റ്. പിന്നെ ഇവരൊക്കെ നമ്മുടെ സ്റ്റാഫ്. ഹലോ. ഹലോ. ഹായ്. എടാ തടിയാ, നീ എന്റെ ജീവിതം തന്നെ നശിപ്പിച്ചല്ലോടാ. വാടാ. ഇവനെവിടുന്ന് കിട്ടി? എനിക്ക് കല്യാണ ചെക്കന്റെ റോള് പറഞ്ഞിട്ട് സാറ് തന്നെ അഭിനയിച്ചല്ലോ. എത്ര മണിക്കാ ഷൂട്ടിംഗ് പറഞ്ഞു? താൻ എപ്പോഴാ എത്തിയത്? ഇവൻ തെറ്റായ അഡ്രസ് നിന്നെ നട്ടം തിരിച്ചു. ചേട്ടാ, ഇവനെന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നെങ്കിലും നിങ്ങളുടെ റിലേറ്റീവ് ആണെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഇവനെ ജോലിക്ക് വെച്ചിരിക്കുന്നത്. അത് പിന്നെ എനിക്കറിയാലോ മോനെ. എടാ, നീ അവൻ അഡ്രസ് കൊടുത്തായിരുന്നു? ഏതാ കൊടുത്തേ? അണ്ണാനഗർ പോലീസ് സ്റ്റേഷന്റെ അടുത്ത മണ്ഡപം പറഞ്ഞ. അണ്ണാനഗറിൽ 5 പോലീസ് സ്റ്റേഷനുണ്ട്. അതിൽ ഏതെന്ന് വെച്ചാൽ ഞാൻ തരുന്നേ. മര്യാദക്കുള്ള അഡ്രസ് കൊടുക്കണ്ടടാ. ഇതുകൊണ്ടാണ് നേരത്തെ തന്നെ ഞാൻ അഭിനയിച്ചതിന് കമ്മീഷൻ വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും സാർ ഇവൻ. നാണമില്ലാത്തവനെ, മാനം കെട്ടവനെ. നീ എന്റെ സ്വന്തക്കാരനാണെന്ന് വിചാരിച്ച് ഞാൻ നിന്നെ കൂടെ നിർത്തി കമ്മീഷൻ അടിക്കാൻ നോക്കുന്നടാ. അടിച്ചതിന്റെ പൊക്കോ മോനെ, പൊക്കോടാ. നീ പോ. ചേട്ടാ, ഒന്ന് ശ്രദ്ധിക്കുന്നു. ഇവനെ ഒന്ന് സൂക്ഷിച്ചോണേ സാർ. സർ, ഞാൻ പോകണോ സർ? പൊക്കോടാ. ഇവളെപ്പോ നോക്കിയാലും ഹോട്ട് ബോർഡിലാണല്ലോ നിൽക്കുന്നത്. എടാ, ഇനിയെങ്കിലും ഞാൻ പറയുന്ന പോലെ നിൽക്കണം. എല്ലാം ഓക്കെ അല്ലേ? അമ്മാവാ, എന്താടാ? 10 പേരുടെ മുന്നിൽ വെച്ച് എന്നെ കളിയാക്കിയപ്പോ താൻ വലിയ ആളായി അല്ലേ? നിന്നെ പറ്റിയുള്ള സത്യമൊക്കെ പറയട്ടെ. നിന്നെ കൊണ്ട് ജീവിക്കാൻ പറ്റുമോ? മനുഷ്യൻ ചെയ്യുന്ന കാര്യമാണോ താൻ ചെയ്യുന്നത്? ദേ ഇങ്ങോട്ട് നോക്ക്. അറിഞ്ഞുകൊണ്ട് ഞാൻ തെറ്റ് ചെയ്യും, അറിയാതെയും ഞാൻ തെറ്റ് ചെയ്യും. കണ്ടിട്ട് സൈലന്റ് ആയിട്ട് അങ്ങ് ഇരുന്നോളൂ. എന്താ മനസ്സിലായോ? മാമ ഇതന്നെയല്ലടാ നേരത്തെ പോവാൻ. ഇതാണ് നമ്മുടെ കമ്പനി ജെം ആഡ് ഏജൻസി. ഇരിക്കി, അവിടെ ഇരിക്കി. നമ്മുടെ ഓഫീസിലേക്ക് ശരണയ്ക്ക് സ്വാഗതം. ഇനി മുതൽ നീയാണ് എന്റെ മുതലാളി. ഇവിടെ നോക്ക്, ഇതാണ് കഴിഞ്ഞ മാസം ചെയ്ത ആഡ് ഷൂട്ട്. ശരണ്യ, എന്താ സന്തോഷ്, പഴയ ഓർമ്മകൾ വല്ലതും വന്നോ? സന്തോഷ്, നിന്റെ പഠിത്തമൊക്കെ കഴിഞ്ഞില്ലേ? ഇനി നീ എന്താ ചെയ്യാൻ പോകുന്നത്? വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ആ ഫീൽഡിൽ വലിയ ആളാവണമെന്ന ആഗ്രഹം. എന്റെ ആഗ്രഹം അതാണ് മദർ. നീ ഫോട്ടോയെല്ലാം എടുത്തിരുന്നല്ലോ, എല്ലാം നീ കൊണ്ടുപോവാണോ? അതെ മദർ. എന്റെ കയ്യിലിരിക്കുന്ന ഈ ഫോട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഈ ഫോട്ടോ ഞാൻ എടുത്തോട്ടെ മോനെ?
മദർ, ഇത് ഞാൻ ആദ്യം എടുത്ത ഫോട്ടോയാ. നിന്റെ ഓർമ്മയ്ക്കായിട്ട് ഞാൻ ഈ ഫോട്ടോ വെച്ചോളാം മോനെ. ഓക്കെ. ഗോഡ് ബ്ലെസ് യു ചൈൽഡ്. താങ്ക് യു മദർ. ഓം ഈശാന സർവവിദ്യാനാം ഈശ്വര സർവഭൂതാനാം ബ്രഹ്മാധിപത ദൈവമേ, ഞാൻ നിന്റെ അടുത്തേക്ക് വന്നിരിക്കുക. അനാഥന എനിക്ക് നീ വേണം ഒരു വഴി കാണിച്ചു തരാൻ. ഇതാരുടെ ഇരിക്കും? നോക്കാം. മുത്തശ്ശി, ഒരു മിനിറ്റ്. എന്താ മോനെ? മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ആഭരണം മിസ്സായിട്ടുണ്ടോ? എന്റെ സ്വർണ്ണമൊന്നും പോയിട്ടില്ല, ഒന്നും മിസ്സായിട്ടില്ല. ഓക്കേ. ഒരു മിനിറ്റ്. എന്തെങ്കിലും ആഭരണങ്ങൾ മിസ്സായിട്ടുണ്ടോ? എന്റെ ആഭരണങ്ങളോ? എനിക്ക് എന്റെ അമ്മാവൻ തന്നതാ. അത് കാണാതെ പോയിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്റെ ചെയിനും കാണുന്നില്ല. ഇല്ല, അത് എന്റെയാ. ഓ, അങ്ങനെയാണോ? കല്ല് വെച്ചതാണോ അല്ലെങ്കിൽ ഫുൾ ഗോൾഡ് ആണോ? കല്ല് വെച്ചതായിരുന്നു. ഇല്ല, കറക്റ്റ് ആയിട്ട് പറയ്. ഇല്ല, അത് മൊത്തം കല്ല് നിങ്ങളെന്താ തന്നെയാ. ഇങ്ങനെ മാറ്റി മാറ്റി പറയാതെ ഏതെങ്കിലും ഒന്നിൽ ഉറക്കേ? ഗോൾഡ് ആയിരുന്നു സർ, മുഴുവനും ഗോൾഡാ. എന്റെ അമ്മാവൻ വാങ്ങി തന്നതാ. സത്യമായിട്ട് അത് എന്റെയാണ് സർ. അപ്പൊ അടയാളങ്ങൾ അറിയില്ലല്ലേ? അത് ഇങ്ങോട്ട് തന്നേക്ക് സർ. ഹലോ, ആ കുട്ടി ഇങ്ങനെ കരയുന്നത് കണ്ടില്ലേ? അതിനിടയിൽ കല്ല് വെച്ചതാണ് ഗോൾഡ് ആണെന്നൊക്കെ ചോദിക്കുന്നു. കൊടുത്തിട്ട് പോകേണ്ട കാര്യമല്ലേ ഉള്ളൂ. അതിന് ആ കുട്ടിയുടെ അല്ലല്ലോ അത്. അതെങ്ങനെ നിങ്ങൾക്കറിയാം? ഒരു കാര്യം പറയാം, കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ കൊടുക്കും. ഇല്ലെങ്കിൽ ഭണ്ഡാരത്തിനകത്തിട്ട് ഞാൻ പോകും. ഇട്ടിട്ട് പോണ അത്രയല്ലേ ഉള്ളൂ. ഇവള് കൊള്ളാലോ. എനിക്കും വേണ്ട, അവർക്കും വേണ്ട. അത് നിങ്ങൾ തന്നെ എടുത്തോ. പോവാം. ഇവളൊക്കെ ആള് കൊള്ളാലോ. എന്ത് ധൈര്യമാണോ? ഏതായാലും ഒന്ന് യാചിച്ച് നോക്കാം. ഈ കള്ളക്കണ്ണീരൊക്കെ വീട്ടിൽ ചെലവാക്കാം. വീട്ടിലതാ. ഹലോ, ഹലോ, ഒരു മിനിറ്റ്. ഹലോ, ഒരു മിനിറ്റ്. തന്നെ ഹലോ, ഒന്ന് ഇന്നെ. ഈ നെക്ലസ് തന്റെ അല്ലേ? അല്ലല്ലോ. എന്തിനാ കള്ളം പറയുന്നത്? തന്റെ ഡ്രസ്സും അതിന് മാച്ച് ആയിരിക്കുന്ന ഈ ആഭരണവും, പിന്നെ കഴുത്തിലാണെങ്കിൽ ആഭരണം ഒന്നും കാണാനുമില്ല. ആ പെണ്ണ് ചോദിച്ചപ്പോൾ തന്നെ അത് കൊടുത്തേക്കാൻ പറഞ്ഞ ക്വാളിറ്റി. ഐ തിങ്ക് ഇത് തൻ്റെ കഴുത്തിൽ കിടന്ന ആഭരണമാണെന്ന് തോന്നുന്നല്ലോ. അത് മാത്രമല്ല, ഞാൻ ഭണ്ഡാരത്തിൽ ഇടുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരു വിഷമവും ഇല്ലാതെ ഇട്ടേക്കാനും പറഞ്ഞല്ലോ. ഇതെല്ലാം ചേർത്ത് വെച്ച് വായിച്ചാൽ മതി, ഒന്ന് നിർത്തുന്നുണ്ടോ? താങ്ക്സ്. താങ്ക്സ് മാത്രമുള്ളല്ലേ? താൻ വാടൂ. ആദ്യമായിട്ടല്ലേ നമ്മൾ പുറത്തു വരുന്നത്. തനിക്ക് സന്തോഷമൊന്നുമില്ലേ? പുറത്തു വന്ന് താനല്ലേ പറഞ്ഞത്? സന്തോഷ്, നിന്നെ ആദ്യമായിട്ട് കണ്ടപ്പോ തന്നെ എന്റെ മനസ്സ് നിന്നിൽ അർപ്പിച്ചതാ. ചെറുപ്പത്തിലെ അനാഥയാകേണ്ടി വന്നതാ. ചെറുപ്പത്തിൽ തന്നെ ചെറിയമ്മ അവരുടെ മകളെ അന്വേഷിച്ച് എന്നെ വിട്ടു പോയതാ. അച്ഛനും അമ്മയും ഉണ്ടായിട്ട് ഞാൻ അനാഥയായിട്ടാ ജീവിച്ച. പണവും സ്വർണം ഉണ്ടായിട്ട് എന്താ പ്രയോജനം? ഇതെല്ലാം ഞാൻ മറന്നത് നിങ്ങളുടെ സംസാരങ്ങൾ കൊണ്ടൊക്കെയാ. സന്തോഷ്, 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 എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല, വാ പോ.